SCERT ബേസിക് സയൻസ് പാഠഭാഗത്തു നിന്നുള്ള മറ്റൊരു മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 രാസമാറ്റങ്ങൾ, ചാപ്റ്റർ 7 ലോഹങ്ങൾ എന്നീ ചാപ്റ്ററുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, സോഡിയം ലോഹം ജലവുമായി പ്രവർത്തിച്ച് ഉണ്ടാകുന്ന ആൽക്കലി ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. ഭൗതിക മാറ്റം എങ്ങനെയുള്ള മാറ്റമാണ്? ഭൗതിക മാറ്റം താൽക്കാലിക മാറ്റമാണ്. രാസമാറ്റം സ്ഥിരമാറ്റമാണ്. ഭൗതിക മാറ്റം താൽക്കാലിക മാറ്റമാണ്. രാസമാറ്റം സ്ഥിരമാറ്റമാണ്. ഭൗതിക മാറ്റത്തിൽ തന്മാത്രാ ക്രമീകരണത്തിലെ മാറ്റം മാത്രമാണ് നടക്കുന്നത്. അതിനാൽ ഇതിനെ പഴയ അവസ്ഥയിലേക്ക് എളുപ്പം മാറ്റാൻ കഴിയും. രാസമാറ്റത്തിൽ പുതിയ തന്മാത്രകൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭൗതിക മാറ്റം താൽക്കാലിക മാറ്റമാണ്. രാസമാറ്റം സ്ഥിരമാറ്റമാണ്. സോഡിയം ലോഹം ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ആൽക്കലി ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് താപമോചക പ്രവർത്തനങ്ങൾ അഥവാ എക്സോതെർമിക് റിയാക്ഷൻ. താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് താപ ആഗിരണ പ്രവർത്തനങ്ങൾ അഥവാ എൻഡോതെർമിക് റിയാക്ഷൻസ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ അത് വിഘടിച്ച് എന്തെല്ലാം ഉണ്ടാകുന്നു? പൊട്ടാസ്യം മാംഗനേറ്റ്, മാംഗനീസ് ഡയോക്സൈഡ്, ഓക്സിജൻ. ഏതൊക്കെയാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പൊട്ടാസ്യം മാംഗനേറ്റ്, മാംഗനീസ് ഡയോക്സൈഡ്, ഓക്സിജൻ എന്നിവ ഉണ്ടാകുന്നു. പ്രകാശോർജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് പ്രകാശ രാസപ്രവർത്തനങ്ങൾ. ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പിനാവശ്യമായ രാസപ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രവർത്തന സമവാക്യങ്ങൾ എന്തൊക്കെയാണ്? ജലം പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് പ്രകാശം ഈക്വൽ ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ പ്ലസ് പ്രകാശം. ഇതാണ് ജലം പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് പ്രകാശം ഈക്വൽ ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ പ്ലസ് പ്രകാശം. പ്രകൃതിയിലെ ആഹാര നിർമ്മാണശാല ഏതാണ്? ഇലകളാണ് പ്രകൃതിയിലെ ആഹാര നിർമ്മാണശാല. ഗ്ലൂക്കോസിനെ സസ്യങ്ങൾ എന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസിനെ സസ്യങ്ങൾ അന്നജമാക്കി മാറ്റുന്നു. മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിലെ ലൂസിഫെറേസ് എന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ ലൂസിഫെറിൻ ഓക്സിജനുമായി ചേർന്ന് ഓക്സി ലൂസിഫെറിൻ ഉണ്ടാകുമ്പോഴാണ് പ്രകാശോർജം ഉത്സർജിക്കപ്പെടുന്നത്. ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് ബയോലൂമിനിസെൻസ്. താപരാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ. അപ്പോൾ ഏതെല്ലാം രാസപ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിച്ചു? താപരാസപ്രവർത്തനങ്ങൾ, പ്രകാശരാസപ്രവർത്തനങ്ങൾ, വൈദ്യുത രാസപ്രവർത്തനങ്ങൾ. താപരാസപ്രവർത്തനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ താപം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നതാണ് താപരാസപ്രവർത്തനങ്ങൾ. പ്രകാശരാസപ്രവർത്തനങ്ങൾ പ്രകാശോർജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നതാണ് പ്രകാശരാസപ്രവർത്തനങ്ങൾ. രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നതാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ. വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ. ഇലക്ട്രോലൈറ്റുകൾക്ക് ഉദാഹരണമാണ് സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ്. ഇലക്ട്രോലൈറ്റുകൾക്ക് ഉദാഹരണമാണ് സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ് എന്നിവ. ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ഇരുധ്രുവങ്ങളിലുമായി ബന്ധിപ്പിച്ച ദണ്ഡുകൾ അറിയപ്പെടുന്നത് ഇലക്ട്രോഡുകൾ. വൈദ്യുതോർജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം.
വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം. ലോഹവസ്തുക്കളിൽ മറ്റു ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാകുന്നതിന് വൈദ്യുതി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത ലേപനം. ഊർജം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഊർജാഗിരണ പ്രവർത്തനങ്ങളും ഊർജം പുറത്തുവിടുന്ന പ്രവർത്തനങ്ങൾ ഊർജമോചക പ്രവർത്തനങ്ങളുമാണ്. രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാക്കുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത രാസസെല്ലുകൾ. രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാക്കുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത രാസസെല്ലുകൾ. വിവിധ തരം സെല്ലുകളും അവ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാവുന്നതാണ്. ഏതൊക്കെയാണ് വിവിധ തരം സെല്ലുകൾ? ഡ്രൈ സെൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? റേഡിയോകൾ, ക്യാമറകൾ, ക്ലോക്കുകൾ, കളിപ്പാട്ടങ്ങൾ. ഡ്രൈ സെൽ ഏതിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്? റേഡിയോകൾ, ക്യാമറകൾ, ക്ലോക്കുകൾ, കളിപ്പാട്ടങ്ങൾ. നെക്സ്റ്റ് മെർക്കുറി സെൽ ഉപയോഗിക്കുന്നത് വാച്ചുകളിലും കാൽക്കുലേറ്ററുകളിലുമാണ്. മെർക്കുറി സെൽ ഉപയോഗിക്കുന്നത് വാച്ചുകൾ, കാൽക്കുലേറ്ററുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. മെർക്കുറി സെൽ ഉപയോഗിക്കുന്നത് വാച്ചുകൾ, കാൽക്കുലേറ്ററുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. നെക്സ്റ്റ് നിക്കൽ കാഡ്മിയം സെൽ ഉപയോഗിക്കുന്നത് റീചാർജ് ചെയ്യാവുന്ന ടോർച്ച്, ക്യാമറകൾ. മെർക്കുറി സെൽ ഏതിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്? വാച്ചുകൾ, കാൽക്കുലേറ്ററുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയിലാണ് മെർക്കുറി സെൽ ഉപയോഗിക്കുന്നത്. നിക്കൽ കാഡ്മിയം സെൽ ഉപയോഗിക്കുന്നത് റീചാർജ് ചെയ്യാവുന്ന ടോർച്ചുകൾ, ക്യാമറകളിലാണ്. ലിഥിയം അയൺ സെൽ ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പുകൾ. ഒന്നുകൂടി നോക്കാം. ഡ്രൈ സെൽ ഉപയോഗിക്കുന്നത് ഏതിലൊക്കെയാണ്? റേഡിയോകൾ, ക്യാമറകൾ, ക്ലോക്കുകൾ, കളിപ്പാട്ടങ്ങൾ. മെർക്കുറി സെൽ ഉപയോഗിക്കുന്നത് വാച്ചുകൾ, കാൽക്കുലേറ്ററുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. നിക്കൽ കാഡ്മിയം സെൽ ഉപയോഗിക്കുന്നത് റീചാർജ് ചെയ്യാവുന്ന ടോർച്ച്, ക്യാമറകൾ. ലിഥിയം അയൺ സെൽ ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പുകൾ. ലവണങ്ങളുടെയും ആസിഡുകളുടെയും ആൽക്കലികളുടെയും ലായനികളിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളും നെഗറ്റീവ് ചാർജുള്ള കണങ്ങളും ഉള്ളതിനാലാണ് വൈദ്യുത രാസപ്രവർത്തനത്തിന് അവ യഥാർത്ഥ ക്രമം നെഗറ്റീവ് ഇലക്ട്രോഡിലും പോസിറ്റീവ് ഇലക്ട്രോഡിലും സ്വതന്ത്രമാക്കപ്പെടുന്നത്. ഈ കണങ്ങളെ എന്താണ് പറയുന്നത്? അയോണുകൾ എന്ന് പറയുന്നു. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും. ഈ സവിശേഷത അറിയപ്പെടുന്നത് മാലിയബിലിറ്റി. ഏറ്റവും കൂടിയ ലോഹം സ്വർണ്ണമാണ്. ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാനുള്ള സവിശേഷത ഡക്റ്റിലിറ്റി. ഏറ്റവും കൂടിയ ലോഹം പ്ലാറ്റിനമാണ്. ലോഹങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഹാർഡ്നെസ്. വൈദ്യുതി ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിച്ചിരിക്കുന്ന ലോഹം ടങ്സ്റ്റൺ. മൃദുലോഹങ്ങൾ ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇവയാണ് മൃദുലോഹങ്ങൾ. കത്തി ഉപയോഗിച്ച് നിഷ്പ്രയാസം മുറിക്കാൻ സാധിക്കുന്ന ലോഹങ്ങളാണ് മൃദുലോഹങ്ങൾ. ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും. ഈ സവിശേഷതയാണ് ലോഹദ്യുതി. താപം കടത്തിവിടാനുള്ള ലോഹത്തിൻ്റെ സവിശേഷതയാണ് താപചാലകത ഏറ്റവും കൂടിയത് വെള്ളിയാണ്. ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകത. ഏറ്റവും മികച്ച വൈദ്യുത ചാലകം വെള്ളിയാണ്. അപ്പോൾ താപചാലകം ഏറ്റവും മികച്ചതും വെള്ളിയാണ്. വൈദ്യുത ചാലകവും ഏറ്റവും മികച്ചത് വെള്ളിയാണ്. വീടുകളിലെ വൈദ്യുതി കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം ഏതാണ്? കോപ്പറാണ്. വീടുകളിലെ വൈദ്യുത കമ്പികൾ കോപ്പർ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. വൈദ്യുത തൂണുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്നത് അലൂമിനിയം കൊണ്ടാണ്. വീടുകളിലെ വൈദ്യുത കമ്പികൾ കോപ്പറും വൈദ്യുത തൂണുകളിലെ വൈദ്യുത കമ്പികൾ ഏതാണ്? അലൂമിനിയം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്.
കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ പറയുന്നത് സോണോരിറ്റി. ഇലത്താളം, മണികൾ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന ലോഹത്തിൻ്റെ സവിശേഷത സോണോരിറ്റി. താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? ഗാലിയം, സീസിയം, മെർക്കുറി. സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾ ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. മൃദുലോഹങ്ങൾ തന്നെയാണ് സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഖരം ദ്രാവകമായി മാറുന്ന താപനില അറിയപ്പെടുന്നത് ദ്രവണാങ്കം. ദ്രാവകം തിളച്ച് വാതകമാകുന്ന താപനിലയാണ് തിളനില. രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മ ഖരലായനികളാണ് ലോഹസങ്കരങ്ങൾ. ലോഹസങ്കരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്രാസിൽ അടങ്ങിയിരിക്കുന്ന ഘടകലോഹങ്ങളാണ് കോപ്പർ, സിങ്ക്. ബ്രാസ് എന്ന് പറഞ്ഞാൽ പിച്ചള. ബ്രാസിൽ അടങ്ങിയിരിക്കുന്നത് കോപ്പർ, സിങ്ക് ആണ്. ബ്രോൺസ് എന്ന് പറഞ്ഞാൽ ഓടാണ്. ഓടിലടങ്ങിയിരിക്കുന്നത് ഏതൊക്കെയാണ്? കോപ്പർ, ടിൻ. നിക്രോം, നിക്കൽ, ക്രോമിയം, അയേൺ. അൽനിക്കോ, ഇരുമ്പ്, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. അൽനിക്കോയിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് ഇരുമ്പ്, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹാംശം അടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളിൽ നിന്ന് രാസപ്രക്രിയ വഴിയാണ് ലോഹങ്ങൾ വേർതിരിച്ചെടുക്കുന്നത്. ഇത്തരം പ്രകൃതിജന്യ വസ്തുക്കൾ അറിയപ്പെടുന്നത് ധാതുക്കൾ. സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് സ്വർണം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലൂമിനിയം. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ്. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായ ലോഹം കാൽസ്യം. കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ലോഹങ്ങളാണ് പൊട്ടാസ്യം, സോഡിയം. അലൂമിനിയം, സിങ്ക്, മഗ്നീഷ്യം, അയൺ മുതലായ ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. ചില ലോഹങ്ങൾ അന്തരീക്ഷവായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിലേർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങളായി മാറുന്നു. ഈ പ്രക്രിയയാണ് ലോഹനാശനം. ലോഹങ്ങളുടെ പൊതുവായ ഭൗതിക ഗുണങ്ങൾ ഏതൊക്കെയാണ്? ഡക്റ്റിലിറ്റി, സോണോരിറ്റി, മാലിയബിലിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ഉയർന്ന താപചാലകത, ഉയർന്ന സാന്ദ്രത, ഉയർന്ന വൈദ്യുതചാലകത. ഇവയാണ് ലോഹങ്ങളുടെ പൊതുവായ ഭൗതിക ഗുണങ്ങൾ. ലോഹസങ്കരങ്ങളും വിവിധതരം സെല്ലുകളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലോഹസങ്കരങ്ങൾ ഒന്നുകൂടി പറയാം. ബ്രാസിൽ അടങ്ങിയിരിക്കുന്നത് കോപ്പർ, സിങ്ക്. ബ്രോൺസ് എന്ന് വെച്ചാൽ ഓട്. ബ്രാസ് പിച്ചള. പിച്ചളയിൽ അടങ്ങിയിരിക്കുന്നത് കോപ്പർ, സിങ്ക്. ബ്രോൺസ് ഓട്. ബ്രോൺസിൽ അടങ്ങിയിരിക്കുന്നത് കോപ്പർ, ടിൻ. നിക്രോം, നിക്കൽ, ക്രോമിയം, അയേൺ. അൽനിക്കോ, ഇരുമ്പ്, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. ഇനി വിവിധതരം സെല്ലുകൾ. ഡ്രൈ സെൽ ഏതൊക്കെയാണ്? റേഡിയോകൾ, ക്യാമറകൾ, ക്ലോക്കുകൾ, കളിപ്പാട്ടങ്ങൾ. മെർക്കുറി സെല്ലാണ് വാച്ചുകൾ, കാൽക്കുലേറ്ററുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. നിക്കൽ കാഡ്മിയം സെല്ലാണ് റീചാർജ് ചെയ്യാവുന്ന ക്യാമറകൾ, ടോർച്ചുകൾ. ലിഥിയം അയേൺ സെല്ലാണ് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ രണ്ട് പാഠഭാഗങ്ങളിൽ നിന്ന് പഠിക്കാനുള്ളത്. താങ്ക് യു.